ഒരു വിചിത്രമായ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അടുത്ത കേരള നിയമസഭയിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും സ്വതന്ത്രനും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുന്നണികൾ ഏതെല്ലാം തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കുമെന്നുള്ള ചർച്ചകളുമുണ്ട്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിചിത്രമായ ചോദ്യം ഏതാനും സുഹൃത്തുക്കൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ആർക്കെങ്കിലും ഇത്തവണ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കുമോ ഇല്ലയോ? ഒരു അസ്വാഭാവികമായ ചോദ്യമാണത്. പക്ഷെ മറിച്ച് കഴിഞ്ഞ കാലത്തെ ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ അതിനും സാധ്യതയുണ്ടെന്ന് കാണുകയാണ്. ഹൈക്കോടതി തന്നെ വളരെ വിശ്വസിച്ച് സത്യസന്ധമായി കേസ് അന്വേഷിക്കും എന്ന് തങ്ങളുടെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് ഹൈക്കോടതിക്ക് തന്നെ സംശയങ്ങൾ തോന്നി തുടങ്ങിയ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമവ്യവസ്ഥയിലെ പഴുതുകൾ പ്രതികൾക്ക് അനുകൂലമായി വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അവരെ രക്ഷപ്പെടുത്താൻ SIT ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതിക്കുണ്ടായി. ഉണ്ടാകാനുള്ള കാരണം ബെയിൽ ഡിനൈ ചെയ്യാൻ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം FIR സമർപ്പിക്കണം എന്നുള്ള മാൻഡറ്ററി പ്രൊവിഷൻ ആണ് മുരാരി ബാബുവിനെ സഹായിച്ചത്. ഇത്രയും നാളായിട്ടും ഈ കേസിലൊരു കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ഓരോ കാരണങ്ങളാൽ ഇവിടെ നീട്ടിക്കൊണ്ടുപോവാണ്. അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അന്വേഷണത്തിൽ കുറേ മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. അപ്പോൾ സമഗ്രമായ റിപ്പോർട്ടേ കോടതിയിൽ കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലും ലാപ്സ് വന്നു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് കളയും. അതുകൊണ്ടാണ് അത്ര ജാഗ്രതയോടെ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ കാണിക്കുന്ന ജാഗ്രതയുടെ ഭാഗമായിട്ടല്ല, സമഗ്രമായ അന്വേഷണം നടത്തുന്നതിൻ്റെ അന്വേഷണ പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല ഇത് തടസ്സപ്പെട്ടു പോകുന്നത്, നീണ്ടുപോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പത്മകുമാറാണ് സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് എഴുതി ചേർത്തത്. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ എഴുതി ചേർത്തത് ഒരു വലിയ പ്രശ്നം. ഇത് പത്മകുമാർ എഴുതി ചേർത്താണെന്നുള്ള തർക്കം കോടതിയിൽ ഉണ്ടായാൽ, താൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ് വെരിഫൈ ചെയ്യേണ്ടി വരും, സർട്ടിഫൈ ചെയ്യേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ഫോറൻസിക് പരിശോധനയുണ്ട്. ഫോറൻസിക് ലാബിലേക്ക് ഇത് അയച്ചു കഴിഞ്ഞ് കൃത്യമായിട്ട് അവർ കണ്ടെത്തി പറയും. അതിന് പക്ഷേ 3 മാസം 4 മാസം ചിലപ്പോൾ 6 മാസം 1 വർഷം വരെ എടുക്കും. അഭയ കേസ് നമ്മൾ കണ്ടതാണ്. ഫോറൻസിക് ലാബിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അഭയ കേസ് കൃത്യമായി നമ്മുടെ മുമ്പിൽ കാണിച്ചതാണ്. അതുപോലെ ഈ ഫോറൻസിക് ലാബിലും എന്തെല്ലാം കൃത്രിമമാണ് കാണിക്കാം. ആൾക്കാരും സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ജഡ്ജിമാരെ സഹായിച്ച ഒരു കോടതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ, ജോലിക്കാരായിട്ടുണ്ടല്ലോ. ഒരാൾ തന്നെ വിചാരിച്ചല്ല നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളുള്ള നീതിന്യായ വ്യവസ്ഥയിൽ അതിലെ ലൂപ്പുകൾ ചോദ്യം ചെയ്യുക. ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഹൈക്കോടതിയാണ് നോക്കുന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിലാണ് അന്വേഷണം നടക്കുന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ സംഭവിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനത്തെ പ്രേരണകൾക്ക് വഴങ്ങിക്കൊടുക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത കാലത്തുണ്ടായ സമാനമായ സംഭവം നവീൻ ബാബുവിൻ്റെ മരണവും അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആരോപണം വിധേയയായത് CPMൻ്റെ ഏറ്റവും പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന PP ദിവ്യയാണ്. PP ദിവ്യയുടെ സ്വാധീനത്താൽ ഈ അന്വേഷണം പോലീസ് അന്വേഷണം വഴിമുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും പിണറായി വിജയൻ MV ഗോവിന്ദനും പിണറായി വിജയനും കൂടെ ചേർന്ന് അവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി. അതിൻ്റെ തലവനായിട്ടുണ്ടായിരുന്ന TK രത്നകുമാറാണ്, പോലീസ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ഈ തലവൻ അവിടുത്തെ SIT കൊടുത്ത റിപ്പോർട്ട് PP ദിവ്യ നിരപരാധിയാണ്, യാതൊരു തരത്തിലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ PP ദിവ്യ ജാമ്യം നേടി പുറത്തു വന്ന് ഇപ്പോൾ സ്വസ്ഥമായി സ്വതന്ത്രയായിട്ട് ജീവിക്കുന്നു. പക്ഷേ പാർട്ടി അവരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി എന്നുള്ളൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ നീതി നേടിക്കൊടുക്കാൻ പോലീസിനോ പിണറായി വിജയനോ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നവീൻ ബാബുവിൻ്റെ ഇതിനെ രക്ഷിക്കാനായിട്ട് ചെയ്തതിന് TK രത്നകുമാറിന് കിട്ടിയ പ്രതിഫലം എന്ന് വേണം പറയാം. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ CPM ടിക്കറ്റിൽ മത്സരിക്കാൻ അനുവദിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്നൊരു മുനിസിപ്പൽ കൗൺസിലറാണ്. നാളെ ചെയർമാനാകാം, നാളെ കണ്ണൂരേക്ക് വന്ന് കോർപ്പറേഷൻ മേയറാകാം, അല്ലെങ്കിൽ ശ്രീകണ്ഠാപുരത്ത് തന്നെ മത്സരിച്ച് MLA ആകാം. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രലോഭനമാണ്.
ശബരിമല SIT ടീം അംഗങ്ങളും സാധാരണ മനുഷ്യരാണ്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പലരും പെൻഷൻ പറ്റാറായവരാണ്, അല്ലെ പല കേസുകളിലും അവർക്കും ഉണ്ടാവും. അപ്പോൾ അവരോട് പറയുക, പത്മകുമാറിനെ അവിടെ കൊണ്ട് നിർത്തുക. പത്മകുമാറും അതിന് താഴോട്ടുള്ളവരും മാത്രമാണ് പ്രതികൾ. യഥാർത്ഥ പ്രതികൾ അല്ലെ കടകംപള്ളിയിലേക്കോ വാസവനിലേക്കോ അവിടുന്ന് CPM-ലേക്ക് അന്വേഷണം പോകാൻ പാടില്ല. ഇവിടെ വെച്ച് ഈ അന്വേഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ SIT തലവനോട് പറയും, താൻ നിന്നെ പേടിക്കുന്നത്, ഏതാനും മാസം കഴിഞ്ഞ് ഇവിടെ തിരഞ്ഞെടുപ്പുണ്ട്, തന്നെ ഞങ്ങൾ അസംബ്ലിയിൽ MLA ആക്കാം, പറ്റുമെങ്കിലും ഒരു മന്ത്രിയാക്കാമെന്ന് പറഞ്ഞാൽ പോരെ. സാധാരണഗതിയിൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് ഇത്തരം പ്രലോഭനങ്ങൾക്ക് വീഴും. ഇതിനെല്ലാം കുറ്റം ആരെ പറയാം? ഹൈക്കോടതിയെ പറയുകയും ചെയ്യാം. ഇവർ ഹൈക്കോടതിയാണ് വെച്ചത്, ഗവൺമെൻറ്റല്ലേ വെച്ചത്. ഹൈക്കോടതിയെ പഴിചാരി ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ഈ മാൻഡേറ്ററി ടെക്നിക്കൽ ക്ലോസുകൾ ഉണ്ടാക്കി പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. പത്മകുമാറിനും ബാക്കി അതുപോലുള്ളവർക്കും വാസുവിനും ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും താഴെയുള്ള പ്രതികൾ പറയും, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളൊക്കെ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്ന മറ്റുള്ളവരൊക്കെ ജാമ്യം കിട്ടിയിരിക്കുന്നു, ഞങ്ങൾക്കും ജാമ്യം തരണം. അങ്ങനെ എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടത്തക്ക രീതിയിലേക്ക് ഈ അന്വേഷണത്തെ വഴിതിരിച്ച് വിടുകയാണോ SIT എന്ന് ഹൈക്കോടതി പോലും സംശയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ ജാമ്യം കിട്ടുന്നു? ചോദ്യം അതാണ്, എന്തുകൊണ്ടിങ്ങനെ ജാമ്യം കിട്ടുന്നു? ഇതുപോലെ സമാനമായ മറ്റൊരു കേസുണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത്, TP ചന്ദ്രശേഖരൻ വധക്കേസ്. അത് ഒരു പരിധി വരുമ്പോൾ അന്വേഷണം അതിൻ്റെ മോൾത്തട്ടിലേക്ക് പോകുമെന്നായിരിക്കും, ജയരാജന്മാരിലേക്കും പിണറായിലേക്കൊക്കെ അന്വേഷണം പോകുമോ എന്നൊരു സംശയം വന്നപ്പോൾ തന്നെ അന്വേഷണം അവിടെ വെച്ച് തീർത്തു കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഉൾപ്പെട്ടു. തിരുവനന്തപുരം ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടപ്പെടേണ്ടി വന്നു ആ ബാർഗെയിനിങ്ങിൽ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. SIT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുണ്ടാക്കുന്ന സംവിധാനം, അതിന് പൂർണ്ണതകളിൽ അപൂർണതകൾ ഒത്തിരി കാണും. പക്ഷേ ഇവിടെ SIT-യിലെ അംഗങ്ങൾ മത്സരിക്കാൻ അവസരം കൊടുക്കുമെന്ന് ചോദിച്ചത് വെറുതെ ചോദിച്ചല്ല. വസ്തുതകൾ അങ്ങനെയാണ്, സത്യങ്ങൾ അങ്ങനെയാണ്. അതിനെ ചെറുക്കണമെങ്കിൽ ജനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പല കേസുകളുമുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രതിയിലേക്ക് അല്ല 2 പ്രതിയിലേക്ക് ഇത് മുഴുവൻ ചുരുക്കും. അവിടെ ശംഖു വിളിക്കാൻ വന്ന, അമ്പലത്തിൽ ശംഖു വിളിക്കാൻ വന്നവനോ, ചെണ്ട കൊട്ടാൻ വന്നവനോ, മദ്ദളം കൊട്ടാൻ വന്നവനോ, ഇടയ്ക്ക വായിക്കാൻ വന്നവനോ ആരെയെങ്കിലും വേണം പ്രതിയാക്കാം. അവനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അഴിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ആരെ വേണേൽ പ്രതിയാക്കാം, മേസനെ പ്രതിയാക്കാം. അങ്ങനെ ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയും ബാക്കി മാന്യന്മാരെല്ലാവരും ആരുടെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിലും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മാത്രമല്ല മറ്റ് പലരുമായി ബന്ധപ്പെട്ട്, ഈ മുരാരിയായിട്ടും അല്ലെങ്കിൽ അതുപോലെ മറ്റു പലരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടത്തി ശബരിമലയെ പച്ചയ്ക്ക് കൊള്ളയടിച്ച് വിഭജിക്കാൻ കൂട്ടുനിന്ന ഈ നരാധമന്മാരെ ശിക്ഷിക്കാനുള്ള മാർഗം ജനങ്ങൾ തന്നെ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു.